ദേവി മഹാത്മ്യവും ഭഗവത്ഗീതയും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ ഭഗവത്ഗീതയിൽ ഒതുങ്ങിപ്പോയി. ഇവ രണ്ടും വ്യത്യസ്ത ഗ്രന്ഥങ്ങളാണെങ്കിലും മനുഷ്യൻ്റെ ആത്മീയ യാത്രയെക്കുറിച്ചുള്ള സമാനമായ സന്ദേശങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം കഴിഞ്ഞ ഒരു വീഡിയോയിൽ 18 അധ്യായങ്ങളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അത് നമ്മളെ തന്നെ അത്തരം ചിന്തകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഈ പറയുന്ന സമാന്തരമായ പാരലൽ കൺസെപ്റ്റുകൾ, മായയുടെ ആശയം ഗീതയിലെ ദേവീഹ്യൂഷ ഗുണമയീ മമാ മായാ ദുരിത്യയാ, ഇതേ സംഭവം ദേവീ മഹാത്മ്യത്തിൽ ലോകം മുഴുവൻ മഹാമായയുടെ ശക്തിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ദേവി എന്നാണ് ഭഗവത്ഗീത തുടങ്ങുന്നത്. യേഷ ഗുണമയീ, പിന്നെന്താ വേണ്ടേ? ആ ആശയം ഒന്നാണെന്ന് പറയാൻ വേറെ ശ്ലോകങ്ങളൊന്നും നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല. ഭഗവത്ഗീത ദേവി മഹാത്മ്യത്തിന് ശേഷം വന്നിട്ടുള്ള ഗ്രന്ഥമാണ്. അപ്പോൾ ഭഗവത്ഗീതയിൽ ദേവി മഹാത്മ്യം കോട്ട് ചെയ്യുന്നു, എടുത്തു പറയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടും പറയുന്നത് ലോകം, ഈ ഭൂമി, ഈ ലോകം മായയുടെ കളിയാണ് എന്നാണ്. അതിൽ 3 ഗുണങ്ങളാണ്. ഗീതയിൽ സത്വ രജ തമോ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദേവി മഹാത്മ്യത്തിൽ മഹാസരസ്വതി, മഹാലക്ഷ്മി, മഹാകാളി, ഈ 3 ഗുണങ്ങളുടെ പ്രതീകങ്ങളാണ്. സത്വരജോ തമോ ഗുണങ്ങൾ, സത്വം രജസ് തമസ്, ഈ 3 ഗുണങ്ങൾ മഹാസരസ്വതി, മഹാലക്ഷ്മി, മഹാകാളി എന്ന 3 ഗുണങ്ങളുടെ പ്രതീകങ്ങളായിട്ട് നമ്മൾ കാണും. ദൈവത്തിൻ്റെ 2 രൂപങ്ങൾ ഗീതയിൽ നിർഗുണവും സഗുണവുമാണ് പറയുന്നത്. ദേവി മഹാത്മ്യത്തിൽ പരാശക്തിയും ദേവിയുടെ വിവിധ രൂപങ്ങളും ഇതിനെ എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ധർമ്മ സംരക്ഷണമാണ് ഗീതയുടെ ലക്ഷ്യം. ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്ന് പറയുമ്പോൾ ദേവി മഹാത്മ്യത്തിൽ അസുരന്മാരെ നശിപ്പിക്കുന്ന ദേവിയെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ദേവിയുടെ സങ്കല്പം ധർമ്മ സംരക്ഷണം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്തർയുദ്ധം എന്ന് പറയുന്ന ഗീതയുടെ അർജുനന്റെ മാനസികമായ സംഘർഷം, ദേവി മഹാത്മ്യത്തിൽ അസുരന്മാരുമായി ദേവിയുടെ യുദ്ധത്തിൽ, രണ്ടും അന്തർയുദ്ധത്തിൻ്റെ പ്രതീകമായി സംഘർഷങ്ങളുടെ ഒരു യോഗമാണ് നമ്മുടെ മനസ്സ് എന്ന് ദേവീ സങ്കല്പത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഗുരുവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഗീതയിൽ കൃഷ്ണനാണെങ്കിൽ ദേവി മഹാത്മ്യത്തിൽ മേധസ് ഋഷി എന്നാണ്. മേധസ് എന്ന് പറഞ്ഞാൽ മൂർധാവ് എന്നുള്ള വാക്കാണ്. ആ മൂർധാവിലാണ് നമ്മുടെ ഗുരുവിൻ്റെ ഉപദേശം. അതുകൊണ്ടാണ് എല്ലാ ഗുരുക്കന്മാരും മൂർധാവിൽ കൈവച്ച് നമ്മൾ അനുഗ്രഹിക്കുന്നത്. ഈ മൂർധാവാണ് മേധസ്. ആ മേധസ് ഋഷി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ സ്ഥാനത്ത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മേധസ്സിലിരിക്കുന്ന ഋഷി. അത് വ്യത്യസ്തമായ ഒരു ഋഷി പുറത്തു നിന്ന് വരുന്നവനല്ല എന്ന് മനസ്സിലാക്കുക. മനുഷ്യൻ്റെ ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ്, നമ്മുടെ ഇമോഷണൽ ലൈഫ്, നമ്മുടെ സോഷ്യൽ ലൈഫ്, നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മൾ പറയുന്ന അറ്റാച്ച്മെൻറ്റ്, ബോണ്ടേജ്, ഇതൊക്കെയാണ് അർജുനൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ദേവി മഹാത്മ്യത്തിൽ സുരഥ, സമാധി, വൈശ്യ എന്ന 2 ആൾക്കാർ, കിങ് ആയിട്ടുള്ള സുരഥൻ എന്നാണ്. രഥം എന്ന് പറഞ്ഞാൽ തന്നെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ആ രഥം, ചാരിയറ്റ്, കിങ്ങിൻ്റെ, രാജാവിൻ്റെ പ്രതിനിധിയാണ്. അത് സുരഥനാണ്, നല്ല രഥമാണ്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, സംശയങ്ങളാണ്. മേധസ്സിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ദേവി മഹാത്മ്യം. ഇവിടെ അർജുനൻ എന്ന സാധാരണക്കാരനായ ഒരു ഫൈറ്ററായിട്ടുള്ള, രാജാവായിട്ടുള്ള, ക്ഷത്രിയനായിട്ടുള്ള ആളാണ് സുരഥൻ എന്ന് പറയുന്ന അർജുനൻ്റെ സ്ഥാനത്തിരിക്കുന്ന ദേവി മഹാത്മ്യത്തിലെ വ്യക്തി. അവർ ചോദിക്കുന്ന സംശയങ്ങൾക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുന്ന മേധസ്സിനാണ് നമ്മുടെ ഭഗവത്ഗീതയിലെ കൃഷ്ണനായിട്ട് നമ്മൾ കാണേണ്ടത്. ആത്മബോധം എന്ന് പറയുന്നത് ഗീതയിൽ ആത്മാവ് നിത്യമാണ്. ദേവി മഹാത്മ്യം, ദേവി എന്ന് പറയുന്നത് പരാശക്തിയാണ്. ആത്മാവ് എന്ന് പറയുന്ന നിത്യത ഭഗവത്ഗീതയിൽ പറയുമ്പോൾ ദേവി മഹാത്മ്യത്തിൽ
ദേവി എന്ന പരാശക്തി, ആ പരാശക്തിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഭക്തിയുടെ ശക്തി എന്ന് പറയുന്നത് ഗീതയിലെ ഭക്തിയിലൂടെ മോക്ഷം എന്ന് പറയുന്ന ഭാവത്തിൽ നിന്ന് ദേവി മഹാത്മ്യത്തിൽ ദേവിയെ ആരാധിച്ചാൽ നമുക്ക് അനുഗ്രഹം കിട്ടുമെന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അത് ഭക്തിയുടെ ഒരു ശക്തിയായിട്ട് തന്നെയാണ് നമുക്ക് 9ാമത്തെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നത്. അഹങ്കാരത്തിൻ്റെ നാശമാണ് ഭഗവത്ഗീതയിൽ. അഹങ്കാരം ആത്മീയതയുടെ തടസ്സമായിട്ട് നമ്മൾ കാണുമ്പോൾ, വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തരുമ്പോൾ, ദേവി മഹാത്മ്യത്തിൽ ശംഭുവും നിശംഭുവും എന്ന അഹങ്കാരത്തിൻ്റെ പ്രതീകങ്ങളെ ദേവി മഹാത്മ്യത്തിലൂടെ കാണിച്ചു തരികയാണ് നമുക്ക്. അപ്പോൾ ഭഗവത്ഗീതയിലുള്ള ഒരു സാമ്യം മനുഷ്യൻ്റെ രൂപത്തിൽ ദേവി മഹാത്മ്യത്തിൽ, രാക്ഷസന്റെ രൂപത്തിൽ ദേവി മഹാത്മ്യത്തിൽ, ഗുരുവിൻ്റെ രൂപത്തിൽ ദേവി മഹാത്മ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ധ്യാനം എന്ന ഗീതയുടെ ധ്യാനയോഗം ദേവി മഹാത്മ്യത്തിലെ ദേവി ആരാധനയുടെയും ധ്യാനങ്ങളുടെയും ഭാവം നമുക്ക് കൃത്യമായിട്ട് വായിച്ചറിയാൻ സാധിക്കും. മോക്ഷം എന്ന് പറയുന്ന ഭഗവത്ഗീതയുടെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഭാഗം ദേവി മഹാത്മ്യത്തിൽ ദേവിയുടെ അനുഗ്രഹമായിട്ട് കാണണം. ദേവിയുടെ അനുഗ്രഹമാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ, നമ്മുടെ ഉള്ളിലുള്ള ശക്തി നമുക്ക് തരുന്ന ആ ഒരു ഊർജത്തെയാണ് ആത്മസാക്ഷാത്കാരമായിട്ട്, അനുഗ്രഹമായിട്ട് നമ്മൾ കാണേണ്ടത്. പ്രവൃത്തിയും ജ്ഞാനവും എന്ന് പറയുന്ന ഗീതയുടെ കർമ്മയോഗം ദേവി മഹാത്മ്യത്തിൽ ധർമ്മത്തിനായി പ്രവർത്തിക്കുന്ന ദേവിയുടെ രൂപം നമുക്ക് വായിച്ചറിയാൻ സാധിക്കും. ആത്മശക്തി എന്ന് പറയുന്ന ഗീതയുടെ ഉദ്ധരേതാത്മനാത്മാനം എന്ന ഭാവം ദേവി മഹാത്മ്യത്തിൽ മനുഷ്യൻ ദേവിയുടെ ശക്തിയെ കണ്ടെത്തണം എന്ന് ദേവി മഹാത്മ്യത്തിൽ പറയുമ്പോൾ മനുഷ്യൻ ദേവിയുടെ ശക്തിയെ ഉള്ളിൽ കണ്ടെത്തണം എന്ന് പറയുന്നത് ഉദ്ധരേതാത്മനാത്മാനം എന്ന വാക്കിലൂടെ നമുക്ക് ഗീതയിൽ അറിയാൻ സാധിക്കും. എല്ലാം ഭയം കൊണ്ടുണ്ടാവുന്നതാണ്. ഭയം ഇല്ലാതാക്കലാണ് ഭഗവത്ഗീതയിലൂടെ ധൈര്യം തരുന്നതാണ് നമ്മുടെ ഒരു ഗീതയുടെ സന്ദേശമെങ്കിൽ ദേവി മഹാത്മ്യത്തിൽ ദേവി ഭയാനാശിനി എന്ന വാക്കിലൂടെ ദേവി മഹാത്മ്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. സൃഷ്ടിയും ലയവും ഗീതയിൽ ബ്രഹ്മം സൃഷ്ടിയുടെ ഉറവിടമാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന സമയത്ത് ദേവി മഹാത്മ്യത്തിൽ ദേവി സൃഷ്ടിശക്തിയായിട്ട് തന്നെയാണ്, സൃഷ്ടിസ്വരൂപമായിട്ട് തന്നെയാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആത്മീയമായിട്ടുള്ള യാത്രയെക്കുറിച്ച് പറയുന്ന ഗീത അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കുള്ള വഴി പറഞ്ഞു തരുമ്പോൾ ദേവി മഹാത്മ്യത്തിൽ മോഹം, ദേവി ആരാധന, ജ്ഞാനം എന്ന ഒരു അറിവിലേക്ക് നമ്മളെ എത്താൻ സഹായിക്കുന്നു. അന്തിമമായ സന്ദേശം 18ാമത്തെ അധ്യായത്തിൽ 2 ഗ്രന്ഥങ്ങളും പറയുന്നത്, 18 ന്യായങ്ങളായിട്ട് പറയുന്നത് മനുഷ്യൻ തൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയണമെന്നും സമഗ്രമായ ഒരു മാറ്റം മനുഷ്യനിലുണ്ടാവണമെന്നും എന്നതാണ് ദേവി മഹാത്മ്യത്തിൻ്റെ ആയാലും ഭഗവത്ഗീതയുടെ ആയാലും സന്ദേശം. സമഗ്രമായ ദർശനം എന്ന് പറയുന്നത് ഗീത ജ്ഞാനയോഗത്തിലൂടെ ഭക്തിയോഗത്തിലൂടെയാണ് ഗീതയും ദേവിയും തമ്മിൽ മാറ്റം നമ്മൾ കാണുന്നത്. ഗീത എന്ന് പറയുന്നത് കൃഷ്ണോപദേശമാണെങ്കിൽ ദേവിയുടെ ആരാധനയാണ്. അവിടെ ഗുരു എന്ന് പറയുന്നത് നമ്മൾ ആരാധിക്കാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നുന്ന, നമ്മുടെ മൂർധാവിൽ നിന്ന് നമുക്ക് തോന്നേണ്ടുന്ന തോന്നലുകളായിട്ട് നമ്മൾ വായിച്ചറിയണം. ആത്മബോധമാണ് ഗീതയുടെ ഉദ്ബോധനമെങ്കിൽ ദേവി മഹാത്മ്യത്തിൽ ശക്തിബോധത്തെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടും ഒടുവിൽ ഒരേ സത്യത്തിലേക്ക് എത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പഠനം കുറച്ചുകൂടി രസകരമായിട്ട് എല്ലാ ഭഗവതിമാരുടെയും സങ്കല്പങ്ങളിൽ ഒരേ മെസ്സേജാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഭക്തിയിൽ ദേവിയുടെ അടുത്ത് പോകണോ, ശിവൻ്റെ അടുത്ത് പോകണോ, പാർവതിയുടെ അടുത്ത് പോകണോ, ദുർഗയുടെ അടുത്ത് പോകണോ, സരസ്വതിയുടെ അടുത്ത് പോകണോ, കൃഷ്ണൻ്റെ അടുത്ത് പോകണോ ഒന്നും ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാവും. ഈ നാമങ്ങളൊക്കെ പഠിക്കുമ്പോൾ, സഹസ്രനാമങ്ങൾ പഠിക്കുമ്പോഴും അതിൻ്റെ കാതൽ അറിയുമ്പോഴാണ്, അത് തമ്മിലുള്ള സങ്കലനം അറിയുമ്പോഴാണ് നമ്മുടെ ചിന്തകളിൽ സായുജ്യത്തിൻ്റെ ഭാവം വരുന്നത് എന്ന് മനസ്സിലാക്കുക. നന്ദി.